ലോകകപ്പ് ക്വാർട്ടറിൽ അർജന്റീന നാളെ രാവിലെ സ്വിറ്റ്സർലൻഡിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരികമായി മുന്നേറിയ അർജന്റീന നോക്കൌട്ടിൽ പകച്ചു. കേപ്പ് വെർദെക്കെതിരെ അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ അവസാനമാണ് ജയം സ്വന്തമാക്കാനായത്. ഈജിപ്തിനെതിരായ മത്സരത്തിൽ അവസാന സമയത്ത് നേടിയ 3 ഗോളിലാണ് ജയിച്ചു കയറിയത്. ലോകകപ്പിൽ അപരാജിതരായ ക്വാർട്ടറിലെത്തിയ സ്വിറ്റ്സർലൻഡ് ലോക ചാമ്പ്യന്മാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആരാധകരോടും അതുപോലെ തന്നെ ഫുട്ബോൾ പ്രേമികളോടും ഒക്കെ ചോദിക്കുകയാണ്, ക്വാർട്ടർ കടക്കുമോ അർജന്റീന എന്നുള്ളത്. നോക്കാം എന്താണ് പറയുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ് നാളത്തേത്. അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ്. ഈ ഫിഫയുടെ റഫറിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അർജന്റീന ഒഴികെയുള്ള മറ്റ് ആരാധകർ ഉയർത്തുമ്പോഴും നാളത്തെ മത്സരം എന്താകുമെന്നുള്ളതാണ് ലോക ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നാളത്തെ മത്സരത്തെക്കുറിച്ച്. അർജന്റീന ക്വാർട്ടർ ഫൈനൽ കടക്കുമോ എന്നുള്ളത് ഫുട്ബോൾ ആരാധകരോട് ചോദിച്ചു നോക്കാം. മെസ്സി ഉള്ളിടത്തോളം നമുക്കൊരു പേടിയില്ല, ടെൻഷനുമില്ല, ജയിക്കും. ക്വാർട്ടറല്ല, കപ്പന്നെ അടിക്കും. ഷുവറല്ല. അർജന്റീന ക്വാർട്ടർ കടന്നിട്ട് ഐസെമിക്ക് എത്തി കളിക്കാണ്ട് തന്നെ ആ ക്വാർട്ടർ എടുക്കും. ഫൈനൽ വരെ എത്തും എന്തായാലും. ഒരു സൈഡ് അർജന്റീന ഉണ്ടാവും, മറ്റേ സൈഡ് ഫ്രാൻസാ ഇല്ലെങ്കിൽ സ്പെയിൻ. ആരണ്ടിയിൽ ഏതെങ്കിലും ഒന്ന് വരും. കളിയിലാകുമ്പോൾ തോൽവി വിജയം ഉണ്ടാവും. അത് ഒരു ടീം എന്തായാലും ഓൾറെഡി ഒരു വേൾഡ് കപ്പ് എടുത്ത്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും സ്പെയിനും എത്തണമെന്ന് സാധ്യത കൂടുതൽ. മറിക്കപ്പെടും. ചിലപ്പം സ്വിറ്റ്സർലാൻഡിനോട് തന്നെ ചിലപ്പം തോക്കാൻ സാധ്യതയുണ്ട്. അതാണ് കാരണം ഈജിപ്തിനോടുള്ള കളി കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. ജയസാധ്യത അർജന്റീനക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സ്വിറ്റ്സർലാൻഡിനെക്കാട്ടി കുറച്ചുകൂടി നല്ലൊരു ടീമാണ് സംബന്ധിച്ചിടത്തോളം. പിന്നെ അതല്ല, ആരാധകരെ അത്രയും അറ്റാക്ക് വരുത്തുന്ന രീതിയിലാണ് ഇതുവരെ അർജന്റീനയുടെ കളി പോയിക്കൊണ്ടിരുന്നത്. ഏതൊരു ടീമിൻ്റെയും വിജയം എന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ കോച്ചും ആ ടീമിനെ നയിക്കുന്ന ആളുമാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടും നമ്മളെ അഡ്വാൻറ്റേജ് ആണ്. ലയണൽ സ്കലോണി എന്ന കോച്ചും ലയണൽ മെസ്സി എന്ന ക്യാപ്റ്റനും. അതാണ് ലോകരാജ്യങ്ങളെ പ്രയാസവും. കുറച്ച് ടഫ് മാച്ച് ആയിരിക്കും. സ്വിറ്റ്സർലാൻഡ് നൈറ്റിലെ കളി ചിലപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ഗോളിന്റെ ലീഡിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട്. സുഖമായിട്ട് കിടക്കും, തീർച്ചയായിട്ടും കിടക്കും. അതിലൊരു പ്രയാസമില്ല. 2-0 അർജന്റീന ജയിക്കും. നമ്മൾ ഒരു ടീമിന് ചെറിയ ടീമായിട്ട് കാണുന്നില്ല. എല്ലാവരും ഇവിടെ കളിക്കാൻ വന്നത് നല്ല കളി കളിക്കാനും ഓരോ റൗണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം നല്ല ടീം തന്നെയാണ്, നല്ല ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. ആരാധകർ എല്ലാവരും ഒരേ സ്വരത്തോടെ പറയുന്നു അർജന്റീന തീർച്ചയായും വിജയിക്കുമെന്ന്. എന്നാൽ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സ്വിറ്റ്സർലാൻഡിനെ ഒരു ചെറിയ ടീമായി കാണുന്നില്ല. എന്തായാലും ശക്തമായൊരു മത്സരമുണ്ടാകും. എങ്കിലും അർജന്റീനയ്ക്ക് വിജയ സാധ്യത ഉണ്ടെന്നാണ് ആരാധകരെല്ലാവരും തന്നെ പറയുന്നത്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം. അതുതന്നെയാണ്, ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മെസ്സി ഉണ്ടല്ലോ, എല്ലാം നടക്കും എന്നുള്ളതാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ ഒരു ചെറിയ ടീമായി കാണണ്ട എന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും നോക്കാം എന്താകും മത്സരഫലം എന്ന്.